തൊപ്പിവെച്ചും തുപ്പിവെച്ചും കുപ്പിവെച്ചും കുട്ടിച്ചാത്തന വെച്ചും മരിച്ചവരുടെ ഫോട്ടോ വെച്ചും കുന്തം വെച്ചും പട്ടുവെച്ചും പാമ്പ് വെച്ചും ദൈവത്തെ വെച്ചും ചാത്തന വെച്ചും ചെകുത്താനെ വെച്ചും മന്ത്രവാദം ചെയ്തും കൂടോത്രം ചെയ്തും വശീകരണം ചെയ്തും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചും ധ്യാനിക്കാൻ പഠിപ്പിച്ചും ശ്വസിക്കാൻ പഠിപ്പിച്ചും ദൈവത്തിനെ ഫോൺ ചെയ്തും മരുന്നില്ലാതെ അത്ഭുത ശുശ്രൂഷകൾ ചെയ്തും സ്വർഗവും നരകവും പറഞ്ഞ് പേടിപ്പിച്ചും മന്ത്രം ചൊല്ലാൻ പഠിപ്പിച്ചും ദൈവവിശ്വാസത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ള ഈ അന്ധവിശ്വാസം കൂട്ടമരണങ്ങളെ വിതയ്ക്കുകയാണ് ഈ നാട്ടിലെ. ദാരിദ്ര്യത്തെയും സമ്പത്തിനെയും എല്ലാം മുതലെടുത്തുകൊണ്ട് പാമ്പുകളെക്കാൾ കൂടുതൽ വിഷം ചീറ്റിക്കൊണ്ട് അപകടകാരികളാകുകയാണ് ഇത്തരക്കാരെ. ആത്മാവിനെ, പ്രേതത്തെ, ഭൂതത്തെ, ദൈവത്തെ, ചാത്തനെ, ചെകുത്താനെ, ജിന്നിനെ, മരിച്ചുപോയ മഹാത്മാക്കളെ, ഏലിയൻസിനെ എല്ലാം നേരിട്ട് കാണാം, സംസാരിക്കാം, ഫോൺ കോൾ ചെയ്യാം, വീഡിയോ കോൾ ചെയ്യാം, ചാറ്റ് ചെയ്യാം ഈ കൊച്ചു കേരളത്തിൽ. പക്ഷേ ഈ ചാറ്റിംഗ് ആയിട്ടുള്ള ചീറ്റിങ്ങിനെതിരെ സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പം നമുക്ക് തുടങ്ങാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ചാത്തൻ സേവ. ചാത്തൻ സേവ ചെയ്യുന്നത് എന്തിനാണ്? സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ്. ചാത്തൻ സേവയെ ചെയ്താൽ പൊന്നും പണവും കുമിഞ്ഞുകൂടുമോ? എന്നോട് ഇതേക്കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറയും, ചാത്തൻ സേവയെ ചെയ്താൽ സ്വർണവും പണവും കുമിഞ്ഞുകൂടും, 100% ഉറപ്പാണ്. പക്ഷെ അത് നിങ്ങളുടെ വീടുകളിലായിരിക്കില്ല, ചാത്തൻ കാവുകളിലായിരിക്കും പൊന്നും പണവും കുമിഞ്ഞുകൂടുക. അവിടെയുള്ളവർ സ്വർണത്തിൽ പൊതിഞ്ഞായിരിക്കും ജീവിക്കുക, ആഡംബരത്തോടെയായിരിക്കും ജീവിക്കുക. ചാത്തൻ സേവയ്ക്ക് പോയാൽ നമ്മളുടെ വീടുകൾ മുടിഞ്ഞ് കുത്തുപാള എടുത്തിട്ടുണ്ടാവും. നമ്മളുടെ വീട് വിറ്റ് അതിൽ ഒരു ഓഹരി ചാത്തൻകാവിൽ കൊടുക്കേണ്ടിയും വരും. കൊടുത്തില്ലെങ്കിലോ? നിങ്ങളുടെ വീടും പറമ്പും വിറ്റ് ചാത്തനെ വേണ്ടത് കൊടുക്കണം. കൊടുത്തില്ലെങ്കിലോ? ചാത്തൻകാവിലുള്ളവർ നമ്മളെ രാഗിയും ശപിച്ചും വധിക്കും, 100% ഉറപ്പാണ്. ചാത്തൻ ചത്താലും പിടിവിടില്ല. ചാത്തൻകാവുകൾ തടിച്ചു കൊഴുക്കുകയാണ്, സ്വർണ്ണമാളികകളാകുകയാണ്. ചാത്തൻ സേവക്കാരോ തെണ്ടി കുത്തുപാള എടുത്ത് പട്ടിണി കിടന്ന് ആരും അറിയാതെ മരിക്കുകയാണ്. അവർക്കത് ബിസിനസ്സാണ്. അവിടെ ചെല്ലുന്ന ഓരോരുത്തരും അന്ധവിശ്വാസികളാണ്. അന്ധവിശ്വാസത്തിൻ്റെ കൊടുമുടി കയറ്റിയാണ് അവർ നമ്മളെ അവിടെ നിർത്തുക. നിങ്ങളുടെ മുഴുവൻ ധനവും ചാത്തൻകാവുകൾ അപഹരിക്കുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ അന്ധവിശ്വാസിയാണ്. അന്ധവിശ്വാസത്തിൻ്റെ കൂർത്ത ആയുധങ്ങൾ കൊണ്ട്, മാരകായുധങ്ങൾ കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ അവർ ചൂഴ്ന്നെടുക്കും. അതോടെ നിങ്ങളുടെ വിശ്വാസം അന്ധമാകും. ഇവരുടെ കെണിയിൽ പെടുന്നതിലധികവും സ്ത്രീകളാണ്. പണവും അഭിമാനവും എല്ലാം നഷ്ടപ്പെടും. എത്ര കുടുംബത്തിൻ്റെ ധനമാണ്, അഭിമാനമാണ് അവിടെ കൊണ്ട് പണയം വെക്കുന്നത്. മുഴുവൻ ധനവും കൊള്ളയടിക്കുകയാണ് ഈ ചാത്തൻകാവുകൾ. മറ്റൊരു വിഭാഗമുണ്ട്, നാഗത്തെ ആവാഹിക്കുവാനായിട്ട് നടക്കുന്നവർ, സർപ്പക്കാവുകളെ ഒഴിപ്പിക്കുവാൻ നടക്കുന്നവർ. ലക്ഷങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് കാവുകളെ വെട്ടി നശിപ്പിക്കുന്നത്. നാഗങ്ങളെയും ആത്മാവിനെയും എല്ലാം ആവാഹിക്കുന്നു എന്ന് പറയുന്നത്. ലക്ഷങ്ങളാണ് ഇവരുടെയും ലക്ഷ്യം. ചാത്തനെ സേവിച്ചാൽ ചാത്തനെ സേവിക്കുന്നവൻ്റെ വീട് വരെ വിറ്റിട്ട് ചാത്തൻകാവിൽ കൊണ്ട് കരടയ്ക്കേണ്ടി വരും. ആ ധനം മുഴുവൻ ചാത്തൻകാവിനുള്ളതാണ്. ശിവക്ഷേത്രങ്ങളോ വൈഷ്ണവ ക്ഷേത്രങ്ങളോ സാധാരണ ക്ഷേത്രങ്ങളോ എല്ലാം നിത്യപൂജയില്ലാതെ കെട്ടടങ്ങുമ്പോൾ തടിച്ചു കൊഴുക്കുന്നത് ഈ ചാത്തൻകാവുകളാണ്, ഈ മന്ത്രവാദികളാണ്. നമ്മളുടെ അച്ഛനമ്മമാർ, പൂർവികർ കഷ്ടപ്പെട്ട് വിയർത്ത് പണിത് അധ്വാനിച്ച ആ പറമ്പും ആ തൊടികളുമെല്ലാം നിങ്ങളുടെ പിതൃതാപമുള്ളതാണ്, സർപ്പദോഷമുള്ളതാണ്, നാഗദോഷമുള്ളതാണ്, പൈശാചികമാണ്. ഇത് വിൽക്കണം. അവിടെ നിങ്ങൾ ഒരു നിമിഷം താമസിക്കരുത്. നിങ്ങളുടെ വീട് വിട്ട് നിങ്ങൾ ഇറങ്ങണം. നിങ്ങളുടെ പരദേവത പ്രസാദിച്ചല്ല ഇരിക്കുന്നത്, കോപാവസ്ഥയിലാണ് ഇരിക്കുന്നത്. ദുരന്തങ്ങൾ ഉണ്ടാകും. ആ മണ്ണ് വിറ്റിട്ട് പൊക്കോളൂ എന്ന് പറയുന്നത് ആരാണ്? ഇത്തരത്തിലുള്ള മന്ത്രവാദികളും ജ്യോത്സ്യന്മാരുമാണ്. നമ്മളൊരു സിദ്ധന്റെയും സിദ്ധി കൊണ്ടല്ല ജീവിതം പടുത്തുയർത്തേണ്ടത്. അവനവൻ അധ്വാനിച്ച് വിയർത്ത് വേണം ജീവിക്കാൻ. ആ വിയർപ്പിന്റെ ഉപ്പ് കൊണ്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ആ അധ്വാനത്തിന്റെ മധുരമായിരിക്കണം നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത്. നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം ലോട്ടറിയാണ്. വിഷ്ണു സഹസ്രനാമവും ശിവസഹസ്രനാമവും അതുപോലെ തന്നെ ദേവി സഹസ്രനാമവും എല്ലാം ഏത് നാമത്തിലാണ്? ലക്കി സെന്ററുകളുടെ നാമത്തിലാണ്. രാവിലെ കുളിച്ച് കുറിയും തൊട്ട് സകല ക്ഷേത്രത്തിലെയും ചന്ദനം തേച്ചുകൊണ്ട് നമ്മൾ ലോട്ടറിയുമായിട്ട് ഇറങ്ങുകയാണ്. ചന്ദനം തൊട്ടുകൊണ്ട് അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ലോട്ടറി എടുക്കുകയാണ്. ചൂതാട്ടത്തിൻ്റെ ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. ചൂതാടിയല്ല നമ്മൾ ജീവിതത്തെ കരുപ്പിടിപ്പിക്കേണ്ടത്. ഇത്തരം മന്ത്രവാദികളുടെയും ജ്യോത്സ്യന്മാരുടെയും വാക്കുകളല്ല നമ്മൾ കേൾക്കേണ്ടത്. നമ്മളുടെ പോക്കറ്റിൽ കിടക്കുന്ന പണത്തിന് അർഹത ഭാര്യയ്ക്കാണോ
അമ്മയ്ക്കാണോ അച്ഛനാണോ അതോ നമ്മളുടെ മക്കൾക്കാണോ ബന്ധുമിത്രാദികൾക്കാണോ അതോ ഇത്തരത്തിലുള്ള ലോട്ടറിക്കാർക്കാണോ ഇത്തരം ചാത്തൻ കാവുകൾ നടത്തുന്നവർക്കാണോ പ്രേതത്തെയും ഭൂതത്തെയും എല്ലാം ആവാഹിക്കുമെന്ന് പറഞ്ഞു നടക്കുന്ന ചൂഷകരുടെ കൈകളിലേക്കല്ല, അവരുടെ ഖജനാവുകളിലേക്കല്ല ആ പണം എത്തേണ്ടത്. ആത്മാവിനെ കണ്ടിട്ടുണ്ട്, പ്രേതത്തെ കണ്ടിട്ടുണ്ട്, ഭൂതത്തെ കണ്ടിട്ടുണ്ട്, അവരോടെല്ലാം സംസാരിച്ചിട്ടുണ്ട്, അവരെയെല്ലാം ആവാഹിച്ചിട്ടുണ്ടെന്ന് ഏത് തസ്തികയിലിരിക്കുന്ന ആൾ പറഞ്ഞാലും, ഏത് കോലോത്ത തമ്പ്രാൻ പറഞ്ഞാലും, ഏത് മൂപ്പൻ പറഞ്ഞാലും അവരെ അവിടെ ഇരുത്തരുത്, മെഡിക്കൽ കോളേജുകളിലേക്ക് കൊണ്ടുപോകണം. ജീവന് വേണ്ടി യാചിക്കുന്നവരുടെ, പ്രാർത്ഥിക്കുന്നവരുടെ, പിടയുന്നവരുടെ മുന്നിലേക്ക് ഇവരെ കൊണ്ട് നിർത്തണം. ഈ പറയുന്നവർക്ക് ഒരു പൂവിൻ്റെ ഇതൾ അടന്നു പോയാൽ തിരിച്ചു പിടിപ്പിക്കാനുള്ള ശേഷിയില്ല. ഒരു ഇല അടന്നു പോയാൽ അതിനെ തിരിച്ചു പിടിപ്പിക്കാനുള്ള ശേഷിയില്ല. ഒരു ഈയലിൻ്റെ ചിറക്, ഏറ്റവും എളുപ്പത്തിൽ കൊഴിഞ്ഞു പോകുന്നതാണ് ഈയലിൻ്റെ ചിറക്. അതിനെ തിരിച്ചു പിടിപ്പിക്കാനുള്ള ശേഷി ഇത്തരം സിദ്ധന്മാർക്കുമില്ല, നമ്മളെപ്പോലുള്ളവരുടെ പ്രാർത്ഥനകൾക്കുമില്ല. ഒരു കാര്യവും കൂടി ഞാൻ ഓർമ്മിപ്പിക്കും. നമ്മുടെ രാഷ്ട്രമല്ല, സർവ്വരാഷ്ട്രങ്ങളും ഉയരുന്നതും തകരുന്നതുമെല്ലാം ഒരു മന്ത്രവാദികളുടെയും ചെപ്പടി വിദ്യ കൊണ്ടല്ല. നമ്മൾ വളരുന്നതും ഉയരുന്നതും ഒന്നും ഒരു മന്ത്രവാദികളുടെയും ചെപ്പടി വിദ്യ കൊണ്ടല്ല. പക്ഷേ നമ്മളുടെ രാജ്യത്തെ പിറകിലേക്ക് വലിക്കുന്നതിന്, നമ്മളെ തകർക്കുന്നതിന്, നമ്മളുടെ കുടുംബത്തെ തച്ച് തകർക്കുന്നതിന് ഇത്തരക്കാർക്ക് നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. ഇന്ന് വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടായി മാറുകയാണ്. കൊച്ചു കുട്ടികളെ കൊണ്ട് പോലും വെളിച്ചപ്പാടിൻ്റെ വാളെടുപ്പിച്ച് തുള്ളിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. നമ്മളുടെ വിശ്വാസത്തിന് ശാസ്ത്രീയത നഷ്ടപ്പെട്ടിരിക്കുന്നു. ശാസ്ത്രചിന്തയിലേക്ക്, ആ ശ്രീധർമ്മശാസ്ത്രത്തിൻ്റെ ചിന്തയിലേക്ക് നമുക്ക് എത്രയും വേഗം, അതിവേഗത്തിൽ തിരിച്ചെത്തേണ്ടതുണ്ട്. അല്ലെങ്കിലോ? നിങ്ങൾ ചിന്തിക്കൂ.